പിന്നെ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാല് പടിഞ്ഞാട്ട് ദർശനമായിട്ടിരിക്കുന്ന അമ്പലം. അതായത് നമ്മൾ കാണാൻ തൊട്ട് പുറകില്. അതെ. പിന്നെ ഇതിനൊരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് പണ്ട് അറിയപ്പെടുന്നത്, അതായത് പണ്ട് കാലത്തെ ഈ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്നത്, മഹാവിഷ്ണു എനിക്ക് ഇരിക്കാനൊരു ഇടം വേണമെന്ന് പറഞ്ഞിട്ട് ഗദം വലിച്ചെറിഞ്ഞു എന്നാ പറയണത്. അത് കൊണ്ട ഭാഗം വീണ ഭാഗം ഒക്കെയാണ് ഇപ്പൊ മഹാവിഷ്ണുവിന്റെ അമ്പലം എന്നാ പറയണത്. അപ്പൊ ഇവിടെയാണ് വന്ന് വീണതും. അപ്പൊ ഈ പാറപ്പുറത്ത് അദ്ദേഹം വന്നിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അത് പുരാണങ്ങളിൽ പറയുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് അതിൽ അറിയപ്പെടുന്നത്. അത് അപ്പൊ കഥകളാ. അത് മാത്രമല്ല, ഈ പാറപ്പുറത്തൊരു അമ്പലം പണിയണമെങ്കിൽ അന്നത്തെ കാലത്തൊന്ന് ചിന്തിച്ചു നോക്കൂ അല്ലേ. ഒരു പാറപ്പുറത്ത് ഇങ്ങനെ കെട്ടി പാറപ്പുറത്ത് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ആർട്ടിക്കേസിനൊക്കെ സുഖമാവും. കാരണം പാറ എന്ന് പറഞ്ഞ ലെവൽ നമ്മൾ ഇങ്ങനെയാണ്. അതിന്റെ പുറത്ത് മുകളിലായിട്ട് കറക്റ്റ് ഒരു ഷേപ്പ് നമ്മളെ കൃത്യമായിട്ട് അറിയാം ലെവലും കാര്യങ്ങളൊക്കെ 90 അങ്ങോട്ടും പറയാതെ ഇങ്ങനെ ആ ലെവൽ സ്കെയിലൊക്കെ. അന്നത്തെ സ്കെയിലല്ലേ വെള്ളത്തിന്റെ തടിയൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊരു സാധനം ത്രാസ് പോലെ അത് വെച്ച് ഇപ്പൊ ഒരു മഞ്ഞ സ്കെയില് വെള്ളമൊക്കെ നിറച്ചിട്ട് ഇന്ന് മറ്റേ രസത്തിന്റെ അങ്ങനെന്തോ അറിയാം. ആ സാധനത്തിന് ഇപ്പൊ ലെവലൊക്കെ അങ്ങനെ പാറയുടെ അളവ് തന്നെ അങ്ങോട്ടും കൊണ്ടും പൊന്നിട്ടാവും. പക്ഷെ ആ അമ്പലത്തിന്റെ അളവ് തന്നെ അങ്ങോട്ടും കൊണ്ടും തിരിഞ്ഞിട്ട് പോരില്ല അല്ലേ. അതിനൊക്കെ പ്രത്യേക ഒരു പണിയല്ലേ. പിന്നല്ലേ 600 വർഷം പറഞ്ഞു കഴിഞ്ഞാല് 600 വർഷം വീണ്ടും പറയാം. 600 വർഷേ 600 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് ഈ കാണുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചല്ലേ പറ്റൂ.